ഹായ് ഹലോ. അപ്പോൾ ഇത് നമ്മുടെ തായ്ലൻഡ് വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾക്ക് ബീച്ച് ഡേ ആയിരുന്നു. സോ ബീച്ച് ഡേക്കകത്ത് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ലൈക്ക് അണ്ടർ വാട്ടർ വാക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം ചെയ്തു. പക്ഷേ അതിൻ്റെ വീഡിയോസിലൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് ഞാനതൊന്നും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല കേട്ടോ. സോ അത്യാവശ്യം നല്ല ചൂട് ടൈമാണ്. നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞ അനുസരിച്ചിട്ട് ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് എന്തോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യെസ്, നമ്മുടെ പിക്ചേഴ്സൊക്കെ വെച്ച് ചേട്ടന്മാരോട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പക്ഷെ നമ്മളൊന്നും തന്നെ മേടിച്ചില്ല കേട്ടോ. സോ ബീച്ചിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് റിഫ്രഷ് ആയിട്ട് പോകുന്നത് ആർട്ട് ആൻഡ് പാരഡൈസിലേക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. പനീർ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. സിഗ്നേച്ചർ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വേറെ ഹോട്ടലിലായിരുന്നു നമുക്ക് ഫുഡ് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 2 hours നമുക്ക് നമ്മളോട് റെസ്റ്റ് എടുത്തതിന് ശേഷമായിരിക്കും അങ്ങോട്ട് പോകാമെന്നാണ് ഗൈഡ് നമുക്കൊന്ന് ഇൻസ്ട്രക്ഷൻ. സോ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആർട്ട് ആൻഡ് പാരഡൈസിലെത്തി. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ആർട്ട് മ്യൂസിയം ഓഫ് ദി വേൾഡ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ആർട്ട് ആൻഡ് പാരഡൈസിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ക്യാപ്ചർ ചെയ്തിട്ടും മതിയാവുന്നില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ചെന്നപ്പോൾ തന്നെ ആർട്ട് ആൻഡ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിച്ചു. പിന്നെ നമുക്ക് ആ ഒരു ആപ്പിലൂടെ നമുക്ക് എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നമുക്കൊരു 3D എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് കണ്ടാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവിടെ നമുക്ക് ആ ഒരു ഡൈനോസറിനെ നമ്മൾ ആ ഒരു ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു 3D എഫക്റ്റിലൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട്, നമുക്ക് അങ്ങനെ വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ആർട്ട് ആൻഡ് പാരഡൈസ്. ആൻഡ് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത അത്ഭുതം, നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും ഓരോ ഫോട്ടോസും ഓരോ പിക്ചേഴ്സും കാണുമ്പം. കാരണം അത്രയ്ക്കും ഒരു ഒറിജിനാലിറ്റി നമുക്ക് തരും എന്നുള്ളതാണ്. അതായത് ജീവൻ തുളുമ്പുന്ന ചിത്രം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ശരിക്കും അവിടെ. കാരണം എന്നെ കണ്ടാലും ഞങ്ങൾ ഈച്ച് ആൻഡ് എവറി ഓരോ സ്ഥലവും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളതാണ്. ഞാനും ചേട്ടയാണ് ഏറ്റവും ലാസ്റ്റ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഓരോ സ്ഥലവും അതേപോലെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിരുന്നു. ഈ ഫോട്ടോ ഒക്കെ ഉണ്ടോ, ശരിക്കും ഒരു 3D എഫക്റ്റ് തരുന്ന ഫോട്ടോസാണ് ഇതൊക്കെ. കഴിവെന്നൊക്കെ പറയുന്നതാണല്ലേ ശരിക്കും. കണ്ടോ, ഇതൊക്കെ ഈ താഴെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക, പണ്ടത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതൊക്കെ വരച്ചിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. താഴെ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആക്ച്വലി അതൊക്കെ വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളവിടെ നിന്ന് ഒരു 6:30 ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ദെൻ ഞങ്ങളിപ്പോൾ പോകുന്ന ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ്. അവിടെ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പട്ടായ സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത്. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കും കൂടെ ആയപ്പോൾ നമുക്കൊരു റിഫ്രഷിങ് മൂഡായിരുന്നു.
ഓക്കെ, ദെൻ ഇറ്റ്സ് ഡിന്നർ ടൈം. ഡിന്നർ നമ്മൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ നല്ല ടയേർഡ് ആയതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചിട്ട് നമ്മൾ റൂമിൽ പോയിരുന്ന് കഴിക്കാം എന്ന് പ്ലാൻ ചെയ്തു. അവിടുത്തെ ഒരു ഫേമസ് സൂപ്പർ മാർക്കറ്റാണ് 7-Eleven. നമുക്ക് ചീപ്പ് റേറ്റിൽ കുറേ ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ അവിടെ. അപ്പോൾ നമ്മളൊരു ക്രാബിൻ്റെ ഫ്രൈഡ് റൈസ് എടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു. അവിടെ എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് എടുത്തതിന് ശേഷം നമുക്ക് അവരോട് ബോയിൽ ചെയ്ത് തരാനായിട്ട് പറയാൻ പറ്റും. അവർ നമുക്കത് ബോയിൽ ചെയ്ത് തരും. സോ റെഡി ടു ഈറ്റ് എന്ന രീതിയിലാണ്. ആൻഡ് കുറേ സാൻഡ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ബർഗറൊക്കെ അവിടെ ഇതുപോലെ പാക്കറ്റിലുണ്ട്. നമുക്കത് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അവരോട് ബോയിൽ ചെയ്ത് തരാൻ പറയാം. അവരത് ബോയിൽ ചെയ്ത് തരും. അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം തോന്നുന്നു. അത് ചെറിയ എത്രയോ എമൗണ്ട് എന്തോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാൻഡ്വിച്ചും അതുപോലെ തന്നെ 2-3 ബർഗറും, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നേരത്തെ കണ്ട ആ ഒരു ക്രാബിൻ്റെ ഫ്രൈഡ് റൈസ് എടുത്തു. പിന്നെ ഒരു ജ്യൂസ് എടുത്തു. ഡീഡോ പേര് കേട്ടപ്പോൾ രസം തോന്നി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. സോ അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പാർട്ട് 3 വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ. കാരണം ഇത് ഇനിയും ഞങ്ങളുടെ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ.